നമസ്കാരം. കഴിഞ്ഞ മാർച്ച് 3 ചന്ദ്രഗ്രഹണം ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. അതായത് ഗ്രഹണത്തിന് ശേഷം ചന്ദ്രൻ ചുവന്ന നിറത്തിൽ കാണപ്പെടും. ബ്ലഡ് മൂൺ എന്നാണ് ആ പ്രതിഭാസത്തിന് പറയുക. ഈ ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രശസ്ത നാവികൻ ക്രിസ്റ്റഫർ കൊളംബസിന്റെ ജീവൻ രക്ഷിച്ച ഒരു കഥയാണ് എന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹം ആ കാലഘട്ടത്തിൽ 1492 അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ കപ്പൽപാത കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം വളരെ ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഒരു സ്ഥലത്തെത്തി. അത് ഇന്ത്യയാണെന്ന് അദ്ദേഹം അന്ന് വിശ്വസിച്ചു. പിന്നീട് അല്ല എന്ന് മനസ്സിലായി. അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. അങ്ങനെ വീണ്ടും അദ്ദേഹം 3 യാത്രകൾ നടത്തി. ആ 3 യാത്രകളുടെ ലക്ഷ്യം ഈ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ പല രാജ്യങ്ങളിലുള്ള സമ്പത്ത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത സ്പെയിനിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം പോർച്ചുഗീസുകാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ കപ്പൽ യാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സ്പെയിൻ രാജാവും രാജ്ഞിയും കൂടിയായിരുന്നു. പക്ഷെ 4ാമത് അദ്ദേഹം ഒരു യാത്ര നടത്തി. അത് 1502 ആരംഭിച്ചു. ആ യാത്രയുടെ ഉദ്ദേശം ഇനി ഇത്തവണ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് അഥവാ ഇന്ത്യയിലേക്കോ ചൈനയിലേക്കോ ഒരു പുതിയ പാത കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. നിർഭാഗ്യവശാൽ അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയായി പോയി. പിന്നീട് അദ്ദേഹത്തിന് യാത്രകൾ ചെയ്യാനുള്ള അനുമതി സ്പാനിഷ് ഭരണകൂടം കൊടുത്തില്ല എന്നുള്ളത് വേറെ കാര്യം. ആ യാത്ര അദ്ദേഹത്തിന്റെ മറ്റ് യാത്രകൾ പോലെ ആയിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന്റെ പല കപ്പലുകളും നശിച്ചുപോയി. ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. അതിന്റെ പ്രധാന കാരണം ഈ അമേരിക്കൻ തീരത്തുള്ള ഒരു പ്രത്യേക ജീവിയാണ് ഷിപ്പ് വേം അഥവാ ടെർണോ വേംസ് എന്നറിയപ്പെടുന്ന ഒരു ജീവി. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം എന്ന് പറയുന്നത് കുതിർന്ന മരമാണ്. അന്നത്തെ കാലത്തെല്ലാം മരം ഉപയോഗിച്ചാണ് കപ്പൽ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഈ വേം ആ കപ്പലിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലെല്ലാം കയറി നാശനഷ്ടങ്ങൾ വരുത്തി. ആ സമയത്ത് അങ്ങനെ ദുർബലമായ ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു. അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസും സംഘവും ജമൈക്കൻ തീരത്ത് അഭയം തേടി. പക്ഷേ അന്നത്തെ ജമൈക്കൻ ഭരണകൂടം അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ സംഘത്തെ മുഴുവൻ തടവിലാക്കി. 1504 ജനുവരിയിലാണ് ഇത് സംഭവിച്ചത്. ഏകദേശം 1 മാസത്തോളം ജമൈക്കൻ ഭരണകൂടത്തിന്റെ തടവിലായിരുന്നു കൊളംബസും സംഘവും. അവസാനം 1504 ഫെബ്രുവരി 29 എന്നുള്ള ദിവസം ആഗതമായി. അന്നത്തെ പ്രത്യേകത കൊളംബസിന് അറിയായിരുന്നു, അന്ന് ചന്ദ്രഗ്രഹണമുണ്ട്. ചന്ദ്രഗ്രഹണത്തിന് ശേഷം ബ്ലഡ് മൂൺ ആയിരിക്കും. അന്ന് അദ്ദേഹം ജമൈക്കൻ ഗവർണറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പടയാളികൾ അദ്ദേഹത്തെ ഗവർണറുടെ മുമ്പിൽ എത്തിച്ചു. പൊതുവെ വലിയ വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസികളായ ആൾക്കാരാണ് ഈ ജമൈക്കൻ ഗോത്രവർഗക്കാർ. അവരോട് കൊളംബസ് പറഞ്ഞു, നിങ്ങൾ എന്നെയും സംഘത്തെയും തടവിലാക്കിയിരിക്കുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദൈവം ഇന്ന് നിങ്ങളുടെ ചന്ദ്രനെ കൊല്ലാൻ പോവുകയാണ്. ഗവർണർ ചിരിച്ചു. ചന്ദ്രനെ കൊല്ലേ? അസാധ്യം. ചന്ദ്രൻ ഞങ്ങളെ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന് ഗവർണർ. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ചന്ദ്രഗ്രഹണം ആരംഭിച്ചു. എല്ലാവരും ഞെട്ടി. പൂർണ്ണചന്ദ്രൻ പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നു. ആ സമയത്ത് കൊളംബസ് പറഞ്ഞു, കണ്ടില്ലേ, എൻ്റെ ദൈവം നിങ്ങളുടെ ചന്ദ്രനെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നോക്കി നിന്നു. അവസാനം ചന്ദ്രൻ പൂർണ്ണമായും ഇല്ലാതായി. ആ സമയത്ത് ഗവർണർ കൊളംബസിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് രക്ഷിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഞങ്ങളുടെ ദൈവത്തിനോട് നല്ലപോലെ പ്രാർത്ഥിക്കുക, ഒപ്പം ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരിക. അതോടെ പിന്നെ കൊളംബസിന്റെയും സംഘത്തിന്റെയും നല്ല കാലം തുടങ്ങി. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ജമൈക്കൻ ഭരണകൂടം ചെയ്തു കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ പൂർവ്വസ്ഥിതിയിൽ വന്നു. പക്ഷെ ചുവന്ന നിറം. വീണ്ടും ഗവർണർ പറഞ്ഞു, ഇന്നത്തെ ചന്ദ്രൻ ചുവന്നിരിക്കുന്നു. കൊളംബസ് പറഞ്ഞു, അത് ഗുരുതരമായ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഞങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ പരിക്കെല്ലാം ഞങ്ങളുടെ ദൈവം ഭേദപ്പെടുത്തി തരും. അങ്ങനെ ഗവർണറും സംഘവും എല്ലാം കൂടി പ്രാർത്ഥന തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ പഴയ നിറത്തിലേക്ക് വന്നു. ഉടനെ കൊളംബസ് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ മതി. ഏകദേശം 4 മാസത്തോളം ആ ജമൈക്കൻ ഭരണകൂടത്തിന്റെ അതിഥികളായി കൊളംബസും സംഘവും കഴിഞ്ഞു. അതിനിടയിൽ ആ കപ്പല് നേരെയാക്കി എടുക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനിടയിൽ പോയി 2 വർഷം കഴിഞ്ഞും കൊളംബസും സംഘവും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് സ്പാനിഷ് ഭരണകൂടം ഇവരെ അന്വേഷിച്ച് മറ്റു ചില കപ്പലുകൾ അയച്ചു. അങ്ങനെ ജമൈക്കൻ തീരത്ത് ആ കപ്പലുകളെത്തി. 1504 ജൂൺ മാസത്തിൽ
കൊളംബസിനെയും സംഘത്തെയും ആ കപ്പലുകൾ രക്ഷിച്ച് തിരിച്ച് സ്പെയിനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന യാത്രകളെ പോലെ അല്ല ഈ യാത്രയിൽ സ്പാനിഷ് ഭരണകൂടത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടവും അതുകൂടാതെ കൊളംബസിന്റെ ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തുടർന്ന് അത്തരം യാത്രകൾക്ക് സ്പാനിഷ് ഭരണകൂടം അനുമതി കൊടുത്തില്ല. അങ്ങനെ കൊളംബസിന്റെ അവസാനത്തെ അത്തരം ഒരു യാത്രയായി തീർന്നു. 1502 തുടങ്ങി 1504 അവസാനിച്ച ആ കപ്പൽ യാത്ര. ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ മരത്തിന്റെ കപ്പലുകളെല്ലാം ചെമ്പ് തകിട് പൊതിയാൻ തുടങ്ങി. ഈ ഷിപ്പ് വേവിന്റെ ആക്രമണം ഒഴിവാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത്തരം പ്രശ്നങ്ങളില്ല, മരം കൊണ്ടൊന്നും കപ്പലുകൾ ഉണ്ടാക്കുന്നില്ല. ഇനി നിർത്തുന്നതിന് മുമ്പ് വേറൊരു വിശേഷം കൂടി പറയാം. ഈ ഇത്ര ഉപദ്രവകാരിയായ ഈ ഷിപ്പ് വേവ് ബ്രസീല്, അതുപോലെ ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങി പല രാജ്യങ്ങളിലും ഒരു വിശിഷ്ട ഭക്ഷണ വിഭവമാണ്.